ഫിഫ വേൾഡ് കപ്പ് ഫൈനലിലെ കയ്യാങ്കളിക്ക് അർജന്റീനിയൻ ടീമിനും പ്ലേയേഴ്സിനും കടുത്ത ശിക്ഷയാണ് ഫിഫ വിധിച്ചിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല, എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഈ ശിക്ഷ കേട്ടിട്ട്. കാരണം അർജന്റീനിയൻ ടീമിന് മാത്രം 3 കോടി രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത് ഫിഫ. അതുപോലെ അവരുടെ സൂപ്പർ പ്ലെയർ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പെരഡസിന് 86 ലക്ഷം രൂപയും അതുപോലെ 10 മത്സരങ്ങളിൽ വിലക്ക്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 10 മത്സരങ്ങളിലാണ് വിലക്ക് ഫിഫ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു താരമായ നെഹുവേൽ മൊളീന, അദ്ദേഹത്തിന് 86 ലക്ഷം രൂപ പിഴയും തന്നെ അടയ്ക്കണം. ഒപ്പം 7 മത്സരങ്ങളിൽ വിലക്ക്, 7 മാച്ചസ് ബാൻ. എന്താണല്ലേ, 10 മത്സരം 7 മത്സരം, 2 സുപ്രധാന താരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അർജന്റീനയ്ക്ക്. ഇനി മൂന്നാമത്തെ തിയാഗോ അൽമേഡ, മറ്റൊരു താരമാണ്. അദ്ദേഹത്തിന് 28 ലക്ഷം രൂപ പിഴയും 1 മാച്ച് സസ്പെൻഷനുമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 1 മത്സരത്തിന് മാത്രമേ വിലക്കുള്ളൂ, 28 ലക്ഷം രൂപ പിഴയടയ്ക്കണം. പിന്നെ നാലാമത്തെ അവരുടെ അസിസ്റ്റന്റ് കോച്ച് അയാള, അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 3 മാച്ച് സസ്പെൻഷനാണ്. 3 മാച്ച് അദ്ദേഹത്തിന് അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒപ്പം തന്നെ 28 ലക്ഷം രൂപ പിഴയും. ഇതൊക്കെയാണ് അർജന്റീന ടീമിനും പ്ലേയേഴ്സിനും കൊടുത്തിരിക്കുന്നത്. കടുത്ത നിയമ നടപടി തന്നെയാണ് ഫിഫ എടുത്തിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 10 മത്സരം 7 മത്സരമൊക്കെ ബാൻ കൊടുക്കുമെന്ന്. സോ എല്ലാവരും സർപ്രൈസ്ഡായി. ആരും ഫിഫ അങ്ങനെ ചെയ്യുന്ന ഒരാളും പ്രതീക്ഷിച്ചില്ല. കാരണം അർജന്റീനയ്ക്ക് സപ്പോർട്ടാണ് ഫിഫ എന്നാണ് പലപ്പോഴും വേൾഡ് കപ്പിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെല്ലാം നേരെ വിപരീതമായാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലിലെ കടുത്ത തോൽവിക്ക് ശേഷം അർജന്റീനയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയും കൂടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തിരിച്ചടിയാണ്. പിന്നെ സ്പെയിൻ്റെ ഒരു താരം ഗവി, മിഡ്ഫീൽഡർ, ബാർസലോണയുടെ മിഡ്ഫീൽഡർ, അദ്ദേഹത്തിനും 28 ലക്ഷം രൂപ പിഴയും 1 മാച്ച് സസ്പെൻഷനാണ് അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇപ്പോൾ ഫിഫ കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തർ ചെയ്ത കുറ്റങ്ങൾക്കനുസരിച്ചാണ് അവർക്ക് സസ്പെൻഷനും അതുപോലെ തന്നെ ഫൈനും വിധിച്ചിരിക്കുന്നത്. പാരഡൈസ് ഗവീനെ പിടിച്ച് ഇടിക്കുന്നതും ഉന്തിയിടുന്നൊക്കെ വീഡിയോയിൽ കറക്റ്റായി കാണായിരുന്നു. റഫറിയോട് തർക്കിക്കുന്നതും മൊളീന, അയാൾ, ഇതൊക്കെ ഇവർ ഇതിൽ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചധികം മാച്ച് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാലും ഇതൊരു സർപ്രൈസ്ഡ് തീരുമാനം തന്നെയാണ്. ഒരാളും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായാണ് ഇത്രയും മത്സരങ്ങൾ വിലക്കൊക്കെ വരുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല. സോ എന്തായാലും അർജന്റീനയ്ക്കും സ്കലോണിക്കും ഇത്തിരി പേർക്കേണ്ടി വരും. ഇനി ഫിഫയുടെ മത്സരങ്ങൾക്കും പ്രധാന താരങ്ങളില്ലാതെ അവർക്ക് കളിക്കാൻ ഇറങ്ങേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം.